തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സായി പല്ലവി. അഭിനയ പ്രാധാന്യമുള്ള മികച്ച വേഷങ്ങളിലൂടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനത്തിലൂടെയാണ് സായി പല്ലവി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത്. 6 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് തൻ്റെ ചിത്രത്തിലെ നായികയാവാൻ സംവിധായകൻ അൽഫോൺസ് പുത്രൻ സായി പല്ലവിയെ ക്ഷണിക്കുന്നത്. അങ്ങനെ മലർ മിസ്സായി സായി പല്ലവി തെലുങ്കിലേക്കും തമിഴിലേക്കുമെല്ലാം ചേക്കേറി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. കേവലം നായകനെ പ്രേമിക്കാനും ആടാനും പാടാനുമുള്ള നായികയ്ക്കപ്പുറം കാമ്പുള്ള റോളുകളാണ് സായി പല്ലവി തിരഞ്ഞെടുക്കാറുള്ളത്. അത് തന്നെയാണ് താരത്തെ മറ്റ് നടിമാരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നതും. ഇന്ന് സായി പല്ലവിയുടെ പിറന്നാളാണ്. സായി പല്ലവി തൻ്റെ കരിയറിൽ ചെയ്ത ഏറ്റവും മികച്ച 10 ചിത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫഹദ് ഫാസിൽ നായകനായി 2019 പുറത്തുവന്ന അതിരനാണ് 10ാമത്. വിവേകാണ് ചിത്രം സംവിധാനം ചെയ്തത്. മാനസികാസ്വാസ്ഥ്യമുള്ള നിത്യ എന്ന കഥാപാത്രത്തെയാണ് സായി പല്ലവി ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ചിത്രത്തിൽ നായികയുടെ അച്ഛനായി എത്തിയ രഞ്ജി പണിക്കർ, ഫഹദ് ഫാസിൽ എന്നിവരുമൊത്തുള്ള സായി പല്ലവിയുടെ കോമ്പിനേഷൻ രംഗങ്ങൾ മികച്ചു നിന്നിരുന്നു. 2022 പുറത്തുവന്ന തെലുങ്ക് ചിത്രമായ വിരാട പർവമാണ് 9ാമത്. സായി പല്ലവിയുടെ നായകനായത് റാണ ദഗ്ഗുബാട്ടിയാണ്. വേണു ഉദുഗലയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. തെലങ്കാനയിൽ 90കളിലുണ്ടായ നക്സൽ പ്രസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിരാട പർവം നിർമ്മിച്ചത്. തൻ്റെ വിവാഹം വേണ്ടെന്ന് വെച്ച് താൻ സ്നേഹിക്കുന്ന നക്സൽ നേതാവായ രവിയെ തേടി പോവുകയും അയാളോടൊപ്പം ഒരു നക്സലായി മാറുകയും ചെയ്യുകയാണ് വെണ്ണല. മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചെങ്കിലും ഒരു വലിയ വിജയമാവാൻ വിരാട പർവത്തിനായില്ല. എങ്കിലും പതിവ് പോലെ സായി പല്ലവി പ്രകടനം ഗംഭീരമാക്കി. 2021 പുറത്തുവന്ന തെലുങ്ക് ചിത്രമായ ലവ് സ്റ്റോറിയാണ് 8ാം സ്ഥാനത്ത് വരുന്നത്. നാഗ ചൈതന്യ നായകനായ ചിത്രം സംവിധാനം ചെയ്തത് ശേഖർ കമ്മൂലയാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട രേവന്തും ഉയർന്ന ജാതിക്കാരിയായ മൗനികയും തമ്മിലുള്ള പ്രണയവും അവർ നേരിടുന്ന പ്രതിസന്ധികളുമാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണെങ്കിലും നാഗ ചൈതന്യയുടെയും സായി പല്ലവിയുടെയും പ്രകടനത്തിന് പ്രശംസ ലഭിച്ചിരുന്നു. 7ാമത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലിയാണ്. ദുൽഖർ സൽമാൻ നായകനായ ചിത്രം 2016 റിലീസ് ചെയ്തത്. സമീർ താഹിറായിരുന്നു സംവിധാനം. നായകനായ സിദ്ധാർത്ഥിൻ്റെ കലിയും അതുവഴിയുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രം പറഞ്ഞത്. DQവിൻ്റെയും സായി പല്ലവിയുടെയും കെമിസ്ട്രി പ്രേക്ഷകർക്ക് നന്നായി വർക്കൗട്ടായിരുന്നു. 6ാമതായി വരുന്നത് തെലുങ്ക് ചിത്രം ഫിദയാണ്. പ്രേമത്തിലെ മലർ മിസ് തെന്നിന്ത്യയാകെ തരംഗമായതിന് പിന്നാലെയാണ് തെലുങ്കിലേക്ക് സായിക്ക് ക്ഷണമെത്തിയത്. ശേഖർ കമ്മൂല സംവിധാനം ചെയ്ത ചിത്രത്തിൽ വരുൺ തേജാണ് നായകനായത്. 2017 ചിത്രം റിലീസ് ചെയ്തത്. ഫിദയിലെ കുസൃതിയും കുറുമ്പും വാശിയുമൊക്കെയുള്ള ചൈൽഡിഷായ സായിയുടെ കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. 5ാം സ്ഥാനത്ത് പാവേ കഥകൾ എന്ന ആന്തോളജിയിലെ ഓരിരവാണ്. 4 സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്ത ആന്തോളജിയിൽ വെട്രിമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് സായി പല്ലവി നായികയായത്. പ്രകാശ് രാജും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാരനെ വിവാഹം ചെയ്ത് ഗർഭിണിയായ മകളെ ദുരഭിമാനം മൂലം കൊല്ലുന്ന പിതാവിൻ്റെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത്. വിഷം വയറ്റിൽ ചെന്ന് മരണത്തോട് മല്ലിടുന്ന സായിയുടെ രംഗങ്ങൾ അതിതീവ്രമായിരുന്നു. 4ാമത് വരുന്നത് ശ്യാം സിംഗ റോയിയാണ്. 2021 റിലീസ് ചെയ്ത ചിത്രത്തിൽ നാണിയാണ് നായകനായത്. രാഹുലാണ് ചിത്രം സംവിധാനം ചെയ്തത്. 60കളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ ആസ്പദമാക്കി പാസ്റ്റും പ്രസൻറ്റുമൊക്കെ ഗംഭീരമായി ബ്ലെൻഡ് ചെയ്തെടുത്ത ചിത്രമാണ് ശ്യാം സിംഗ റോയി. 3ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം പ്രേമമാണ്. അൽഫോൺസ് പുത്രൻ്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ പ്രേമം 2015 റിലീസ് ചെയ്തത്. പ്രേമവും മലർ മിസ്സും കേരളത്തിലുണ്ടാക്കിയ എഫക്റ്റ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പ്രേമവും മലർ മിസ്സും ഹിറ്റായിരുന്നു. 2ാമത് ശിവകാർത്തികേയൻ നായകനായ അമരനാണ്. 2024 റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് രാജ്കുമാർ പെരിയസാമിയാണ്. മേജർ മുകുന്ദ് വരദരാജൻ്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി
റിലീസ് ചെയ്ത അമരനിൽ മലയാളിയായ ഇന്ദു റെബേക്ക വർഗീസായാണ് സായി പല്ലവി എത്തിയത്. ചിത്രത്തിൽ സായി പല്ലവിയുടെ മലയാളവും ചില രംഗങ്ങളും ക്രിഞ്ചാണെന്ന് വിമർശനം വന്നിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ശിവകാർത്തികേയനേക്കാളേറെ സായി പല്ലവി പ്രേക്ഷകരെ കരയിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഗാർഗിയാണ്. ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം 2022 റിലീസ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽപ്പെട്ട തൻ്റെ അച്ഛനെ രക്ഷിക്കാനായി കുടുംബത്തിലെ മൂത്ത മകളായ ഗാർഗി ഇറങ്ങിത്തിരിക്കുന്നതാണ് ചിത്രം പറയുന്നത്. പെണ്ണായതുകൊണ്ട് തന്നെ അവൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിതീവ്രതയോടെയാണ് ചിത്രം കാണിക്കുന്നത്. സായിയുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സായി പല്ലവി ചിത്രം ഏതെന്ന് കമൻറ്റ് ചെയ്യൂ.